Hello, good morning. Welcome to our new video class. That is factors affecting option pricing അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസിങ്. നമ്മൾ ഓപ്ഷൻ പ്രൈസിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ഓപ്ഷൻ പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിറ്റർമിനൻസ് ആണ് ഒരു ഓപ്ഷൻ പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നു, പ്രധാനമായിട്ടും 6 ഫാക്ടേഴ്സാണ് അതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നു കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ. കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ. അതിൽ പറയുന്നത് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ ഓർ കറണ്ട് പ്രൈസ് ഓഫ് ദ അസറ്റ് ചേഞ്ചസ്, ദ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ ഓൾസോ ചേഞ്ചസ്. നമുക്കറിയാം, അണ്ടർലൈൻ അസറ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ, ഓപ്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഓൾസോ ചേഞ്ചസ്. ഇപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ആണെങ്കിൽ ദ പേ ഓഫ് റിസൾട്ടിങ് ദർ ഫ്രം ഈക്വൽസ് ദ എക്സസ് ഓഫ് ദ സ്റ്റോക്ക് ഓർ അസറ്റ് പ്രൈസ് ഓവർ ദ എക്സസ് പ്രൈസ്. നമ്മൾ ഒരു എന്താ പറയുക, കോൾ ഓപ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പേ ഓഫ് ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ ദ എക്സസ് ഓഫ് ദ സ്റ്റോക്ക്, ഒന്നല്ലെങ്കിൽ സ്റ്റോക്കിനേക്കാൾ എക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് പ്രൈസ് ഓവർ ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും അസറ്റ് പ്രൈസ് വരുന്നത്. The call option is determined by the differential of S and E. Higher the asset price, higher the differential, and hence the price for value of the call. This means that ഒരു call option will be, അല്ലെങ്കിൽ ഒരു call option നമുക്ക് more valuable ആണെങ്കിൽ എപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ലെസ് വാല്യുബിൾ ആണ് അത് സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഓപ്ഷൻ പ്രൈസ് റൈസസ് ആസ് ദ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അത് അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. കറണ്ട് സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വസ്തുവിൻ്റെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് കൂടുന്നു, അതിൻ്റെ പ്രോബബിലിറ്റി ദാറ്റ് ദ കോൾ വിൽ ബി ഇൻ ദ മണി. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൾ ഇൻ ദ മണി എന്നുള്ള കാറ്റഗറിയിൽ വരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് ദ കോൾ പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. മോസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ബൈ എ കോൾ ഓപ്ഷൻ ടു ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദ പ്രൈസ് റൈസ്. ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോൾ ഓപ്ഷനിലുള്ള ആളുകൾ എപ്പോഴും ചെയ്യുന്നത് എന്താ, പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ വാങ്ങും. Therefore, investors must pay a higher premium if the asset price increase. Asset price increase ചെയ്യുമ്പോൾ higher premium അടയ്ക്കേണ്ടി വരും. A call option becomes more expensive as writer of the call assumes greater risk with rising spot price. Okay. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് ഫോർ എ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ പേ ഓഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സസൈസ് പ്രൈസ് ആൻഡ് സ്റ്റോക്ക് പ്രൈസ്. എക്സസൈസ് പ്രൈസും സ്റ്റോക്ക് പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. The higher the stock price for a given exercise price, the lower will be the price of the option. Okay, as the spot price increases, the differential E minus S decreases. അതുകൊണ്ട് തന്നെ the value of put falls with the increase in the price of the asset. Price increase ചെയ്യുമ്പോൾ put option fall ചെയ്യും. Okay, therefore he can induce to write the put option with a lesser premium ആണെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു ഇൻഡ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. That is current price or price of the underlying asset. Okay, then the second one is exercise price. രണ്ടാമത്തെ ഫാക്ടർ അതിന് ഡിറ്റർമിനൻസ് ആണ് എക്സസൈസ് പ്രൈസ്. That is E. The impact of exercise price or strike price on the value of the option is opposite to that of the spot price. Spot priceൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇതിൽ പറയുന്നത്. Higher the exercise price, lower is the value of the call option. എക്സസൈസ് പ്രൈസ് ഹയർ ദ എക്സസൈസ് പ്രൈസ് ആണെങ്കിൽ വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ്റെ വാല്യൂ ലോവർ ആയിരിക്കും. എക്സസൈസ് പ്രൈസ് കൂടുതലാണെങ്കിൽ ദ ഷെയർസ് പ്രൈസ് വിൽ ബി എക്സിറ്റ്, ഇറ്റ് ബിക്കംസ് ലെസർ ആൻഡ് ലെസർ. വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സസൈസ് പ്രൈസ് ദ കോൾ ഓപ്ഷൻ ബിക്കംസ് മോർ ആൻഡ് മോർ ഔട്ട് ഓഫ് ദ മണി. എക്സസൈസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷനിൽ മോർ ആൻഡ് മോർ ഔട്ട് ഓഫ് ദ മണിയിലാണ് നടക്കുന്നത്. And the value or price of the call is determined by differential of spot price and the exercise price. When the increase in the exercise price, the price of the call fall. Exercise price increase ചെയ്യുമ്പോൾ call fall ചെയ്യുന്നു. For example പറയുകയാണെങ്കിൽ 2 calls on a stock with identical expiry date have access security at 90 and 95 respect. 2 call option ഉണ്ട്, 90, 95. The holder of the former call can buy the underlying security at 90. He can be in the same position as the holder of the other who could buy the same security at 95 plus cash left over. Thus the call with the higher exercise price cannot be valued higher.
പുട്ടാണെങ്കിൽ ഫോർ എ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ദ എഫക്റ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഹയർ എക്സൈസ് പ്രൈസ് മീൻസ് ദാറ്റ് ഇസ് എ ഹൈ പ്രോബബിലിറ്റി ദാറ്റ് ദ പുട്ട് വിൽ ബി ഇൻ ദ മണി. സോ ദ പുട്ട് പ്രൈസ് ഇൻക്രീസസ്, ദ എക്സൈസ് പ്രൈസ് ഇൻക്രീസസ്. ദാറ്റ് ഈസ് എക്സസൈസ് പ്രൈസ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് കറണ്ട് പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ, രണ്ടാമത്തത് എക്സസൈസ് പ്രൈസ്. Okay, then third one, time to expiration. Generally, both call and put option will benefit from increased time left for expiry date ൻ്റെ ടൈം ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ആൻഡ് ദ റീസൺ ഇസ് ദാറ്റ് ദർ ഇസ് മോർ ടൈം ഫോർ എ ബിഗ് മൂവ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. ഒരു കൂടുതൽ സമയം കിട്ടുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബിഗ് മൂവ് ഉണ്ടാവുമോ എന്നതിനെക്കുറിച്ച് ഒരു കുറച്ച് ടൈം കിട്ടുമല്ലേ. വിത്ത് മോർ ടൈം അവൈലബിൾ ദർ വുഡ് ബി ഗ്രേറ്റർ ചാൻസ് ഫോർ അച്ചീവിങ് ദ എക്സൈസ് പ്രൈസ്. കൂടുതൽ ടൈം കിട്ടുമ്പോൾ കൂടുതൽ എക്സൈസ് പ്രൈസ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദിസ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ്സ് ട്രൂ ഫോർ ബോത്ത് കോൾ ആൻഡ് ഓപ്ഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരുപോലെ ബാധകമാണ്. ദ ഓപ്ഷൻ വിത്ത് ലോങ്ങർ ലൈഫ് വിൽ ബി വാല്യൂഡ് മോർ ദാൻ ദ ഓപ്ഷൻ വിത്ത് ഷോർട്ടർ ലൈഫ്. ഷോർട്ടർ ലൈഫിലുള്ള ഓപ്ഷനേക്കാൾ ഒന്നും കൂടി വാല്യൂ ക്രിയേറ്റ് ആവുന്നത് ദ ഓപ്ഷൻ വിത്ത് ലോങ്ങർ ലൈഫാണ്. There are greater chances for price going above E or falling below E. ഇയിൽ കൂടാനും ഇയിൽ കുറയാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. കൺവേഴ്സ്ലി ലെസ്സർ ടൈം അവൈലബിൾ വിൽ മേക്ക് ഓപ്ഷൻ ലെസ് വാല്യബിൾ. ലെസ്സർ ടൈം ആണെങ്കിൽ അവിടെ ലെസ് വാല്യബിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. Irrespective of whether it is a call option or a put option, the chances that option will turn in the money increase with increased availability of option period. Therefore, a call or put of the 3 months will cost more than the call put with the expiry in 1 month. Okay, ഇതാണ് ടൈം ടു എക്സ്പിരിഷൻ. ഈ ഒരു ഫാക്ടർ ശരിക്കും എന്തിനെ ബാധിക്കുന്നുണ്ട്? ഓപ്ഷൻ പ്രൈസിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, the next one, volatility or variability of the price of the stock. Volatility or variability of the price of the stock. അതിൽ പറയുന്നത് എ മേജർ ഫാക്ടർ അഫക്റ്റിംഗ് ദ പ്രൈസ് ഓഫ് ഓപ്ഷൻ ഈസ് വോളാറ്റിലിറ്റി ഓർ വാരിയബിലിറ്റി. അതായത് ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസിൻ്റെ വോളാറ്റിലിറ്റി തന്നെയാണ്. വോളാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ടു വിച്ച് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഓർ സ്റ്റോക്ക് ഇൻഡെക്സ് ഓർ അസറ്റ് ടെൻഡ്സ് ടു ഫ്ലക്ച്വേറ്റ് ഓവർ ടൈം. ഓരോ ടൈമിലും എത്രത്തോളം സ്റ്റോക്ക് ഇൻഡെക്സിനൊക്കെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് എന്ത് വോളാറ്റിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ അൺസർട്ടനിറ്റി അറ്റാച്ച്ഡ് ടു ദ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ ഭാവിയിലുള്ള ഫ്യൂച്ചർ മൂവ്മെൻറ്റിനെയാണ് അത് കാണിക്കുന്നത്. When the underlying asset becomes more volatile, the price of both call and option will increase. Underlying assetന് കൂടുതൽ വോളാറ്റിലിറ്റി ഉണ്ടെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കോൾ ആയാലും പുട്ട് ആയാലും ഇൻക്രീസ് ആവുന്നുണ്ട്. As volatility increases, the probability that the stock will do very well or very bad increase, and the owner of the call benefits from the price increases, but his downward risk is limited because the maximum he loses is the option premium. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ the owner of a put option benefits from decrease in the stock price. His risk in case of adverse upward price movement is ലിമിറ്റഡ്. അഡ്വേഴ്സ് മൂവ്മെൻറ്റ് ലിമിറ്റഡ് ആണെന്നാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ദ വാല്യൂ ഓഫ് ബോത്ത് കോൾ ആൻഡ് പുട്ട്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോളാറ്റിലിറ്റി. The buyer of the option receives full benefit of favorable outcomes but avoids unfavorable ones. ഫേവറബിൾ ആയിരിക്കും, അൺഫേവറബിൾ നമ്മൾ ഒഴിവാക്കുന്നു. ആസ് ഹയർ വോളാറ്റിലിറ്റി ഇൻക്രീസസ് ദ ചാൻസസ് ഓഫ് ആൻ ഓപ്ഷൻ ഗോയിങ് ഇൻ ദ മണി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കോൺട്രാക്ട്. ദ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ദ ഓപ്ഷൻ സെല്ലർ. ആസ് എ റിസൾട്ട് ഹയർ വോളാറ്റിലിറ്റി മേക്സ് ദ ഓപ്ഷൻ മോർ എക്സ്പെൻസീവ്. ഹൈ വോളാറ്റിലിറ്റി നമുക്ക് ഒരുപാട് എക്സ്പെൻസുകൾ വരുത്തി തീർക്കുന്നതാണ്. ദാറ്റ് ഈസ് വോളാറ്റിലിറ്റി ഓർ വാരിയബിലിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ഇൻട്രസ്റ്റ് റേറ്റ്.
ഇൻട്രസ്റ്റ് റേറ്റ് ആൾസോ എഫക്ട് ദ ഓപ്ഷൻ പ്രൈസ്. ഓപ്ഷൻ പ്രൈസിനെ ഇൻട്രസ്റ്റ് റേറ്റും നന്നായി എഫക്ട് ചെയ്യുന്നുണ്ട്. ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ദ ലോവർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസ് ഹയർ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആകുമ്പോൾ പ്രസൻറ്റ് വാല്യൂ ഹയർ ആയിരിക്കും. ആസ് എ റിസൾട്ട് the value of the call will increase and the value of the put will decrease. Value of the call increase ചെയ്യുന്നു, value of put decrease ചെയ്യുന്നു. And the decrease in the present value of the exercise price will adversely affect the price of the put option. Put optionൻ്റെ പ്രൈസിനെ അത് ബാധിക്കുന്നു. All other factors remaining constant, the higher the interest rate, the greater of the cost of buying the underlying asset and carrying it to the future. Hence, the higher the interest rate, the greater the price of call option. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുന്നതോറും അതിൻ്റെ വാല്യൂവിന് കോൾ ഓപ്ഷൻ്റെ വാല്യൂവിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ ലാസ്റ്റ് വൺ ഈസ് ഡിവിഡൻഡ്. ബെനിഫിറ്റ്സ് ഓഫ് ഓണർഷിപ്പ് അക്രൂ ഓൺലി ടു ദ ഹോൾഡർ ഓഫ് ദ അസറ്റ് ആൻഡ് നോട്ട് ടു ദ ഹോൾഡർ ഓഫ് ദ ഡെറിവേറ്റീവ്. വെൻ ദ ഡിവിഡൻഡ്സ് ആർ പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ ദ മാർക്കറ്റ് ഡിക്രീസസ് ബൈ ഇക്വലൻറ്റ് എമൗണ്ട്. അതായത് ഓണർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലാതെ അത് ഓൺലി ദ ഹോൾഡർ ഓഫ് ദ അസറ്റ്, ഹോൾഡറിനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നോട്ട് ടു ദ ഹോൾഡർ ഓഫ് ദ ഡെറിവേറ്റീവ്, ഓണറിനല്ല എന്ന് പറയുന്നു. ഓക്കെ, വെൻ ദ ഡിവിഡൻഡ്സ് ആർ പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ ദ മാർക്കറ്റ് ഡിക്രീസസ് ബൈ ഇക്വലൻറ്റ് എമൗണ്ട്. ഇക്വലൻറ്റ് എമൗണ്ടിൽ അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. വിത്ത് എക്സ്പെക്റ്റഡ് ഡിക്ലൈൻ ദ സ്പോട്ട് പ്രൈസ് ദ വാല്യൂ ഓഫ് കോൾ മസ്റ്റ് ഡിക്രീസ് ആൻഡ് ദാറ്റ് ഓഫ് പുട്ട് മസ്റ്റ് ഇൻക്രീസ്. കോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു. Because he has perceived to own the underlying asset. Perceived to do on the underlying asset. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് പഠിക്കുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഓപ്ഷൻ പ്രൈസ്. ഞാൻ ഒന്നുകൂടി പറയാം ഏതൊക്കെയാണെന്ന്. കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ്, exercise price that is EI, time to expiration, volatility or variability of the stock of the price of the stock, availability for variability of the price of the stock, interest rate, dividend. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്.